So, students, this is our last chapter analysis of ടൈം സീരീസ്. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് കഴിഞ്ഞു, നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ എന്താണ് ടൈം സീരീസ് എന്ന് പറയാം? ഒരു വേരിയബിൾ പല ഡിഫറെൻറ്റ് ടൈമിൽ അതിൻ്റെ വാല്യൂസിലുള്ള ചേഞ്ചസ് റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ടൈം സീരീസ് എന്ന് പറയാം. Economy is a dynamic affair and dynamism is related to time factor. In economic analysis, chronological movement is a basic concept. ക്രോണോളജിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതായത് ക്രോണോളജി പറഞ്ഞാൽ ഡേറ്റ് വൈസ് അല്ലെങ്കിൽ ഇയർ വൈസ് ആയിട്ടുള്ള മൂവ്മെൻറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. എ ടൈം സീരീസ് റെഫേഴ്സ് ടു വാല്യൂസ് ഓഫ് എ വേരിയബിൾ ക്രോണോളജിക്കലി ഓർഡേഡ് ഓവർ എ സക്സസീവ് പീരീഡ് ഓഫ് ടൈം. ടൈം സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ, ആ വേരിയബിളിൻ്റെ വാല്യൂസ് നമ്മൾ ഒരു ഇയർ വൈസ് ആയിട്ട് അതിൻ്റെ ചേഞ്ചസ് റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ ടൈം സീരീസ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ഒബ്സർവേഷൻ ഓർ മെഷർമെൻറ്റ് ഓഫ് എ വേരിയബിൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം. കുറച്ച് സമയങ്ങളിലായിട്ട് ഒരു വേരിയബിളിൻ്റെ മൂവ്മെൻറ്റ് റെക്കോർഡ് ചെയ്യണതിന് നമ്മൾ, അല്ലെങ്കിൽ മെഷർ ചെയ്യണതിന് നമ്മൾ പറയാം ടൈം സീരീസ് എന്ന് പറയാം. സച്ച് എ റെക്കോർഡ് ഡിസ്ക്ലോസസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, വൺ ഓഫ് വിച്ച് ബീയിങ് ടൈം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു മെഷർമെൻറ്റ്, ഒരു വേരിയബിളിൻ്റെ കുറച്ച് സമയങ്ങളിലായിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് മെഷർ ചെയ്യുമ്പോൾ അതിലത്തെ ഒന്ന് എന്താണ്, ഒന്ന് ടൈമാണ്. നമുക്ക് എത്രത്തോളം ചേഞ്ചസ് ആ വേരിയബിളിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കൂടുതലും ടൈം സീരീസ് നമ്മൾ എവിടെ നമ്മൾ യൂസ് ചെയ്യും, കാണും ചെയ്യാറ്, അത് ഇക്കണോമിക്സിലും ബിസിനസ്സിലാണ് നമ്മൾ കാണാറ് അല്ലേ. സെയിൽസ്, കുറച്ച് വർഷങ്ങളിലെ സെയിൽസ് എത്രയാണ്, നമ്മുടെ എക്സ്പെൻസ് എത്രയാണ്, ബഡ്ജറ്റ് എത്രയാണ്, അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ എത്ര അലോക്കേറ്റ് ചെയ്തു, എത്ര പ്രൊഡക്ഷൻ ഉണ്ടായി, അതൊക്കെയാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. നാഷണൽ ഇൻകം, 10 കൊല്ലമായിട്ടുള്ള ഇന്ത്യയുടെ നാഷണൽ ഇൻകത്തിൻ്റെ എത്രയാണ്, GDP എത്രയാണ്, NDP എത്രയാണ്, ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഒരു ഇൻവെൻട്രീസ്, ഇയർ വൈസ് ഇൻവെൻട്രീസ്, ക്വാർട്ടർലി ഈ ഇൻവെൻട്രീസ്, പ്രൊഡക്ഷൻ എത്ര നടന്നു, ബാങ്ക് റേറ്റ് എത്രയാണ്, എല്ലാ വർഷങ്ങളും ബാങ്ക് റേറ്റിൽ എത്ര ചേഞ്ചസ് വരുത്തുന്നുണ്ട്, ഇൻഫ്ലേഷൻ, അതുപോലെ ഇയർലി എക്സ്പോർട്സ്, ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. Next, analysis of time series. Analysis of time series is a statistical device which can be used to understand, interpret, and evaluate changes in economic phenomena over time with the hope of more correctly anticipating the course of future events. അപ്പോൾ എന്താ അനാലിസിസ് ഓഫ് ടൈം സീരീസ്? അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ, അതുപോലെ നമുക്ക് ഡാറ്റനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ, ദെൻ ഇവാലുവേറ്റ് ചേഞ്ചസ് ഇൻ ഇക്കണോമിക് ഫിനോമിന. എത്രത്തോളം ചേഞ്ചസ് ആ ഫിനോമിനയിൽ, ആ പെർട്ടിക്കുലർ എന്താണോ മെഷർ ചെയ്യണത് അതിനകത്ത് എത്ര ചേഞ്ച് ഉണ്ടെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് എന്താ ഗുണം? നമുക്ക് ഭാവിയിൽ ഇനി എത്ര ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും ഫോർകാസ്റ്റ് ചെയ്യാനും സാധിക്കും. A time series is a dynamic distribution which reveals good deal of variation over time. Through analysis of time series, we try to examine the effect of time on various variables. Changes in time affect the economic, political, and social conditions of the economy, and it affect ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അല്ലേ. സമയം, പല പല സമയങ്ങളിൽ നമുക്ക് എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവും? സമയം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഇക്കോണമിയിൽ വ്യത്യാസം ഉണ്ടാവും, നമ്മൾ പൊളിറ്റിക്കൽ കണ്ടീഷനിൽ വ്യത്യാസം ഉണ്ടാവും, സോഷ്യൽ കണ്ടീഷൻസിലും മണിയുടെ വാല്യൂയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വ്യത്യാസങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ എല്ലാ ഫിനോമിനേനെയും ബാധിക്കും. നമ്മൾ എന്ത് വേരിയബിളാണോ മെഷർ ചെയ്യണം അതിനകത്തൊക്കെ ഈ പറയുന്ന കണ്ടീഷൻസിലുള്ള ചേഞ്ചൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യും. ടൈം എഫക്റ്റ് ഇൻകം, ഹാബിറ്റ്, ഫാഷൻ, ടേസ്റ്റ്, ബർത്ത്, ഡെത്ത് റേറ്റ്, പ്രൊഡക്ഷൻ, പോപ്പുലേഷൻ എക്സെട്ര അല്ലേ. പല പല സമയങ്ങളിൽ നമ്മുടെ ഇൻകം, രാജ്യത്തിൻ്റെ ഇൻകമായാലും വ്യക്തികളുടെ ഇൻകമായാലും നമ്മുടെ ഹാബിറ്റിലെ ഫാഷൻ, ടേസ്റ്റ്, ഇതൊക്കെ സമയം മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ദീസ് ചേഞ്ചസ് ഗോ ഓൺ ചേഞ്ചിങ് ദി വാല്യൂ ഓഫ് വേരിയസ് വേരിയബിൾസ് ആൻഡ് ദേ ആർ നെവർ കോൺസ്റ്റൻറ്റ് ഫോർ എ ലോങ് പീരീഡ്. ഒന്നും നമുക്ക് ഒരുപാട് കാലം സ്ഥായിയായി നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ടേസ്റ്റോ ഫാഷനോ ഹാബിറ്റോ പോപ്പുലേഷനോ ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. Hence, it is said that analysis of time series is done to understand the dynamic conditions of these variables. അതുകൊണ്ട് തന്നെ എന്താ പറയണത്, ടൈം സീരീസ് എന്തിനാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്? ടു അണ്ടർസ്റ്റാൻഡ് ദി ഡൈനാമിക്, ഈ വേരിയബിൾസിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ മെഷർ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യണത്, ടൈം സീരീസ് ചെയ്യണത്. വൈൽ അനലൈസിങ് ടൈം സീരീസ് വി ട്രൈ ടു ലൊക്കേറ്റ് ദി സ്ലോ ആൻഡ് കണ്ടിന്യൂസ് ചേഞ്ച്.
അപ്പോൾ നമ്മൾ ഈ ടൈം സീരീസ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ലൊക്കേറ്റ് ചെയ്യുക, സ്ലോ ആൻഡ് കണ്ടിന്യൂസ് ചേഞ്ച്. ഈ വേരിയബിൾസിൽ ഉണ്ടാവണ സ്ലോ ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. വി ഓൾസോ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് ദിസ് ചേഞ്ചസ് ഡ്യൂ ടു ആക്സിഡൻ്റൽ ഫാക്ടേഴ്സ് ആൻഡ് കോസസ്. അപ്പോൾ ഇതിന് കുറേ നമുക്ക് മെഷറബിൾ ഫാക്ടേഴ്സ് ഉണ്ടാവും, അൺമെഷറബിൾ ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്ത് ഫാക്ടേഴ്സ് കൊണ്ടാണ് ഈ ചേഞ്ച് ഉണ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻ അതർ വേർഡ്സ് വി ട്രൈ ടു ഫൈൻഡ് ഔട്ട് വേരിയസ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ് ഇൻ ടൈം സീരീസ്. അപ്പോൾ ഈ ടൈം സീരീസ് ഉണ്ടാവുന്ന പലതരം മൂവ്മെൻറ്റും നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ദർ മേ ബി എ പെർസിസ്റ്റൻറ്റ് ടെൻഡൻസി ടു ഇൻക്രീസ് as in the case of biological growth, but in some business phenomena like production, സെയിൽസ് എക്സെട്ര ദർ മേ ബി ഷോർട്ട് ഡ്യൂറേഷൻ സീസണൽ വേരിയേഷൻ. അല്ലേ, പ്രൊഡക്ഷനിലായാലും സെയിൽസിലായാലും സീസണൽ വേരിയേഷൻസ് ഉണ്ടാവും. നല്ല സീസൺ ആകുമ്പോൾ അപ്പോൾ എന്തുണ്ടാവും, നല്ല സെയിൽസ് ഉണ്ടാവും, പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരും. ദർ മേ ബി സൈക്ലിക് വേരിയേഷൻ ആസ് ഇൻ ദ കേസ് ഓഫ് ജനറൽ ബിസിനസ് ആക്ടിവിറ്റി വെൻ ഇറ്റ് പാസസ് ത്രൂ സെവറൽ സ്റ്റേജസ് ലൈക്ക് ഡിപ്രഷൻ, റിക്കവറി, പ്രോസ്പെരിറ്റി. ഇതൊക്കെ നമ്മൾ ഇക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ സൈക്ലിക് ആയിട്ടായിരിക്കും ചേഞ്ച് ഉണ്ടാവുക. ഈ ഇക്കോണമിയുടെ ഓരോ സ്റ്റേജും, ഡിപ്രഷനാണോ, ബൂമാണോ, ഇൻട്രൊഡക്ഷൻ സ്റ്റേജാണോ, റിക്കവറി, ആ സ്റ്റേജ് അനുസരിച്ചിട്ടായിരിക്കും ബിസിനസ്സിനുള്ള ഗ്രോത്തും അതിൻ്റെ താഴ്ചയൊക്കെ ഉണ്ടാവുക. ദെൻ ദർ ആർ ഓൾസോ സം ആക്സിഡൻറ്റ് ആൻഡ് റാൻഡം വേരിയേഷൻ. ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാവും. അല്ലേ, കൊറോണ വൈറസിൻ്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ ബിസിനസ്സിലൊക്കെ അപ്രതീക്ഷിതമായിട്ട് പല ചേഞ്ചസും വന്നു. ചില ബിസിനസ് വളരെയധികം വളർന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ IT അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളും സോഫ്റ്റ്വെയറും അതിനൊക്കെ വളരെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ വേറെ മറ്റുള്ള ബിസിനസ്സും താഴ്ന്നിട്ടുണ്ടാവും. ഇൻ ഷോർട്ട്, വേരിയസ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് ആർ അറ്റ് വർക്ക് ടു ഇൻഫ്ലുവൻസ് ഡൈനാമിക് ചേഞ്ചസ് ഇൻ ടൈം സീരീസ്. അപ്പോൾ ടൈം സീരീസിലുള്ള വേരിയബിൾസിൻ്റെ ചേഞ്ചസിന് പല കാരണങ്ങളും ഉണ്ട്. The primary purpose of the analysis of time series is to discover and measure all types of variation which characterize a time series. അപ്പോൾ എന്താണ് ടൈം സീരീസിൻ്റെ ഉദ്ദേശം? ഇത് കണ്ടുപിടിക്കുക, എന്നിട്ട് മെഷർ ചെയ്യുക. എല്ലാ ടൈപ്പ് വേരിയേഷനും കണ്ടുപിടിച്ചിട്ട് മെഷർ ചെയ്യാണ് ഇതിൻ്റെ ഉദ്ദേശം. Therefore, time series analysis consists of എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഐഡൻറ്റിഫൈയിങ് ഓർ ഡിറ്റർമിനിങ് വേരിയസ് ഫോഴ്സസ് ഓർ ഇൻഫ്ലുവൻസസ് ഹൂസ് ഇൻറ്ററാക്ഷൻ പ്രൊഡ്യൂസസ് വേരിയേഷൻ ഇൻ എ ടൈം സീരീസ്. അതായത് ടൈം സീരീസിൻ്റെ നമ്മളെ ഏറ്റവും ആദ്യത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സോ ആണോ നമ്മുടെ ഈ വേരിയബിളിനെ ചേഞ്ചസ് കൊണ്ടുവരുന്നത്, വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തെല്ലാം ഘടകങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, സെയിൽസ് തന്നെ എടുത്ത് നോക്കുക. സെയിൽസ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇപ്പോൾ നമുക്കൊരു വൈറസ് ഔട്ട് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ അതൊരു കാരണമാണ്. നമ്മുടെ നാട്ടിലുള്ള ഇലക്ഷൻ, പൊളിറ്റിക്കൽ ചേഞ്ചസ് അതിനൊരു കാരണമാണ്. സോഷ്യൽ കണ്ടീഷൻസിന് വ്യത്യാസം ഉണ്ടാവും. ആൾക്കാരുടെ ടേസ്റ്റും ഹാബിറ്റും വ്യത്യാസമുണ്ടാവും. ആൾക്കാരുടെ കയ്യിലുള്ള ഇൻകം അതിനെ എഫക്റ്റ് ചെയ്യും. അത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ദെൻ ഐസൊലേറ്റിംഗ്, സ്റ്റഡിയിങ്, അനലൈസിങ് ആൻഡ് മെഷറിങ് ദം ഇൻഡിപെൻഡൻ്റ്ലി. എന്നിട്ട് ഓരോ ഫാക്ടേഴ്സും ഐസൊലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് അത് പഠിക്കുക, അതിനെപ്പറ്റി മനസ്സിലാക്കുക, അത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്യുക ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈം സീരീസ് ചെയ്യുന്നത്. A study about the effect of these forces will help us to understand the past behavior of data. അപ്പോൾ ഇത്തരം വിശദീകരിച്ച് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ ഡാറ്റയിലും വേരിയബിൾസിലും എത്ര ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ദ ജനറൽ ടെൻഡൻസി ഓഫ് ഡാറ്റ ആൻഡ് ടു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ബിഹേവിയർ ഓഫ് ഡാറ്റ. അപ്പോൾ ഇത്ര ഒരു പഠനം വിശദീകരിച്ച് നടത്തി കഴിഞ്ഞാൽ ഭാവിയിൽ ഇനി എന്തൊക്കെ വ്യത്യാസം സെയിൽസിൽ വരും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദീസ് ഫോഴ്സസ് ആർ ഇൻ്റർ കണക്റ്റഡ് ആൻഡ് കനോട്ട് ബി ഡിസ്റ്റിങ്ക്ഡ് ഈസിലി. പെട്ടെന്നൊന്നും നമുക്ക് വേർപെടുത്താനൊന്നും സാധിക്കില്ല. എല്ലാം കണക്റ്റഡ് ആണ്. എല്ലാ ഈ ഫാക്ടേഴ്സും കണ്ടീഷൻസും കണക്റ്റഡ് ആണ്. ബട്ട് അനാലിസിസ് ഓഫ് ടൈം സീരീസ് aims at identifying them, isolating them and studying them individually. നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ടൈം സീരീസ് അനാലിസിസ് നോക്കാം. It is important not only to businessmen and economists but to scientists, social scientists, biologists, etc. അല്ലേ, പല വിഭാഗക്കാർക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കാരണം ഇമ്പോർട്ടൻ്റ് ആവാൻ? ഇറ്റ് ഡിസ്ക്ലോസസ് ചേഞ്ചസ് ഇൻ ടൈം ആൻഡ് ചേഞ്ചസ് ഇൻ വാല്യൂ ഓഫ് വേരിയബിൾ. ഈ ഓരോ സമയങ്ങളിലുള്ള വ്യത്യാസം അത് എങ്ങനെയാണ് നമ്മുടെ വേരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് പാസ്റ്റ് ബിഹേവിയർ. ബൈ ഒബ്സർവിങ് പാസ്റ്റ് data, one can understand the past behavior of the variable under study. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് ഓരോ വേരിയബിളിനെ എഫക്റ്റ് ചെയ്തെന്നുള്ളതും അതിൻ്റെ പാസ്റ്റ് ബിഹേവിയർ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് 10 വർഷത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രെഡിക്റ്റിംഗ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്. അപ്പോൾ ഈ പാസ്റ്റ് ബിഹേവിയർ പഠിക്കുന്നതുകൊണ്ട് ഗുണം എന്താ? നമുക്ക് ഭാവിയിൽ എന്തായിരിക്കും ഈ വേരിയബിളിൻ്റെ പോക്ക് എവിടേക്കാവും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും.
quantitative data on the past and present behavior of an activity in combination with knowledge about the various factors that influence it make it possible to forecast the ആക്ടിവിറ്റീസ് ഫ്യൂച്ചർ മാഗ്നിറ്റ്യൂഡ്. നമ്മൾ നേരത്തെ പഠിച്ചതും പല പല ഘടകങ്ങളും ഒരു വേരിയബിളിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ബിഹേവിയർ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ എങ്ങനെയാണ് അത് മൂവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടൈം സീരീസ് analysis can play an important role not only in making short range estimates for a year or two but in estimating the probable season variations within a year. 1-2 വർഷത്തെ എസ്റ്റിമേഷൻ മാത്രം ഉണ്ടാക്കാനല്ല, ഒരു സീസൺ, ഒരു വർഷത്തെ തന്നെ സീസൺ വേരിയേഷനിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവും നമുക്കിതുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റും. നോളജ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറെഗുലാരിറ്റീസ് due to seasonal factors provide a basis for ironing out some of the irregularities and a more efficient use of resources. അതായത് ഈ സീസണൽ ഫാക്ടേഴ്സിൽ തന്നെ പല ഇറെഗുലാരിറ്റീസ് ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ ഈ ഇറെഗുലാരിറ്റീസിനെ പറ്റിയിട്ട് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ റിസോഴ്സ് എങ്ങനെ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതും നമുക്കിതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. In many instances, time series analysis aids in making long-range forecast, thus providing a basis for long-range operation planning. അപ്പോൾ ഷോർട്ട് ടേം ഫോർകാസ്റ്റ് മാത്രമല്ല, ലോങ് ടേം ഫോർകാസ്റ്റിങ്ങും ഇതുകൊണ്ട് നമുക്ക് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, it helps in evaluating current programs. Actual performance can be compared with expected performance and causes for variation can be അനലൈസ്ഡ്. അപ്പോൾ നമുക്ക് എന്താണ് കാരണം, ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സ്പെക്റ്റഡ് ടാർഗറ്റ് എത്രയും നോക്കാൻ പറ്റും, എത്ര വേരിയേഷൻ ഉണ്ടായി എന്നുള്ളതും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. ഇറ്റ് ഈസ് ഓഫൻ കമ്പയർഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻസ് ആർ ഡ്രോൺ ഫ്രം ദം. അല്ലേ, പല വേരിയബിളായിട്ട് കമ്പയർ ചെയ്യാനും ടൈം സീരീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ദിസ് ഇസ് ആൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ് അബൌട്ട് അനാലിസിസ് ഓഫ് ടൈം സീരീസ്. താങ്ക് യു ചിൽഡ്രൻ.